ലൈവ് അറ്റ് 6 വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പാലക്കാട് പ്രതിഷേധം ശക്തമാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് പറഞ്ഞ് പ്രതിരോധിച്ച VK ശ്രീകണ്ഠൻ MP പരാതിക്കാരിക്കെതിരെ നടത്തിയ അർദ്ധവസ്ത്ര പരാമർശം വിവാദങ്ങൾക്ക് വഴി തുറന്നു. വിമർശനം ശക്തമായതോടെ VK ശ്രീകണ്ഠൻ പ്രസ്താവന പിൻവലിച്ചു. അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഇന്ന് രാവിലെ ആദ്യം സംഘടിപ്പിച്ചത് BJP ആണ്. വിക്ടോറിയ കോളേജിന് മുമ്പിലായിരുന്നു BJPയുടെ ക്യാൻവാസ് സമരം. ക്യാൻവാസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ എഴുതിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരിഹസിച്ചുള്ള ചിത്രങ്ങൾ പതിച്ചും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം BJP രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് MLA ഓഫീസിലേക്ക് AYF-ഉം കർഷക സംഘവും മഹിളാ സംഘവും ഉച്ചയ്ക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. വൈകുന്നേരം SFI-യും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. MLA പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ CPM-ന് ധാർമ്മികമായ അവകാശമില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. VK ശ്രീകണ്ഠന്റെ വിവാദ പരാമർശം അദ്ദേഹം തന്നെ തിരുത്തിയെന്നും സണ്ണി ജോസഫ്. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്ര മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൌരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. BJP-ക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല. ബ്രജ്ഭൂഷന്റെ കേസുണ്ട്. യെഡ്യൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ്. BJP-യുടെ പരമോന്നത സമിതിയിൽ അംഗമാണ്. ഉന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. ഹത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു. അതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ വേലിയിൽ സാരി ചുറ്റിയിട്ടാൽ അതിന് പിന്നാലെ പോകുന്ന ആളാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. 35 വയസ്സിൽ ഇതാണ് നിലയെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന ആളിപ്പോൾ എവിടെയാണ്? കന്നാസും കടലാസും പോലെ ആയിരുന്നില്ലേ ഷാഫിയും രാഹുലുമെന്നും CPM ജില്ലാ സെക്രട്ടറി ചോദിച്ചു. അവൻ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നമ്മൾ പറയില്ലേ ചെറിയ പിള്ളേരെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ചെക്ക മുട്ടയിന്ന് വിരിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ കുഴപ്പമാണ് അല്ലേ? സംഗതി 35 വയസ്സിൽ ഇതാണെങ്കിൽ ഈ പാവി കുറെ കഴിയുമ്പോ എന്തായിരിക്കും? വേലിയിൽ സാരി ഇട്ടാൽ കുഴപ്പമാകില്ല ഇവന്റെ മുമ്പിൽ. വേലിയില് മതിൽപ്പുറത്തോ സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. മറ്റവൻ പരിങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒന്നിനുമില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഈ മറ്റേ കക്ഷി എന്റെ കൂടെ വന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആള് എന്റെ ജീവൻ പോയാൽ പാലക്കാട് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആര്? നല്ല ആള്, മനസ്സിലായില്ലേ? ഈ എന്താ പറയാ, കന്നാസും കടലാസും പോലെയല്ലേ ഇവര് നടത്താം? കന്നാസും കടലാസും പോലെയാണ് ഷാഫിയും ഈ രാഹുലും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ് രാഹുൽ. ട്രാൻസ്ജെൻഡറുകൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം യൂത്ത് കോൺഗ്രസ്കാരെ കൊണ്ട് ഉണ്ടാകുന്നുവെന്നും മന്ത്രി വിമർശിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ്. ജനങ്ങൾ അവരെയുമെല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. VD സതീശന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് രാഹുൽ രാജിവെക്കാത്തതെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വിമർശനം. കോൺഗ്രസുകാർ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ജനങ്ങൾ ഇക്കാര്യം ചോദിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഈ ശ്രീമാൻ രാഹുൽ
താൻ MLA സ്ഥാനം ഒഴിയില്ല എന്ന് പറയുന്നത് BD സതീശന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ആ സപ്പോർട്ടിനകത്ത് മറ്റു കോൺഗ്രസിന്റെ എത്ര കണ്ട് നേതാക്കന്മാരുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമ്മമാരുടെ, പെൺകുട്ടികളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഇതിന് കറക്റ്റായിട്ടുള്ള റിയാക്ഷൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ രാഹുലിനെ പൂർണ്ണമായി തള്ളാതെയായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികതയുടെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതെന്നും തുടർ അന്വേഷണത്തിനനുസരിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ഏതായാലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. ആരെങ്കിലും റിട്ടേൺ പരാതി കൊടുത്താൽ അന്വേഷിച്ചേ പറ്റൂ. അന്വേഷണത്തിന്റെ തുടർ നടപടികൾ നോക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കും. ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞത്. അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മറ്റ് നടപടികൾക്കനുസരിച്ച് തീരുമാനമെടുക്കും. പേര് പരാമർശിച്ച് റിട്ടേൺ കംപ്ലൈന്റ് ഉള്ളവർ MLA-മാരെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ മാങ്കൂട്ടത്തിന് മാത്രം? മറ്റാർക്കും ധാർമ്മികത പറയാൻ അവകാശമില്ല. റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് ഉള്ള മുകേഷ് ആ റിപ്പോർട്ട് അറിഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കഴിഞ്ഞ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി. അപ്പോ ഇവർക്ക് ആർക്കും ധാർമ്മികത പറയാൻ വരെ അവകാശമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. പൊതുരംഗം സംശുദ്ധമായിരിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തുടർ നടപടികളിൽ നല്ല ശിക്ഷണ നടപടികളും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് വന്നാൽ പാർട്ടി മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടും. രാഹുലിന്റെ കഥകൾ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പലതരം വേഷങ്ങൾ ഇടേണ്ടി വരും. ഒരു വസ്ത്രം വെച്ചിട്ടാണോ ഒരു സ്ത്രീനെ അളക്കുന്നത്? തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അതല്ല. അപ്പം അതുകൊണ്ട് വസ്ത്രധാരണത്തിലൊന്നും എനിക്ക് പെൺകുട്ടികളെ, ആ കുട്ടിയുടെ ജോലി അതാണ്, മോഡലിങ് ഇതൊക്കെ. അപ്പോൾ പലതരം വസ്ത്രങ്ങൾ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അതിനെപ്പറ്റി VK ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് എന്താ പറയുക സങ്കടപ്പെട്ടു പോയി. ശ്രീകണ്ഠനെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ ഇതൊന്നും ആയിരുന്നില്ല. ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ. എന്തുകൊണ്ട് ആ വലയത്തിൽ ശ്രീകണ്ഠൻ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. രാഹുലിനെ സംരക്ഷിക്കാനാണ്, പാലക്കാടാണല്ലോ മറ്റേ ഷാഫി, അങ്ങനെ അവരൊക്കെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണം. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ എനിക്കറിയാം ഇവരൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് സുഖത്തിലൊന്നുമല്ല. പക്ഷേ എന്നാലും ഈ സമയത്ത് രക്ഷിക്കേണ്ടത് ആളുടെ ചുമതലയെന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോർമുഖം തുറന്ന് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ. അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്ത് അംഗീകരിക്കില്ല എന്നാണ് നിലപാട്. രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്നാണ് വിമർശനം. അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലിട്ടാണ് രാഹുൽ അനുകൂലികളുടെ പ്രതിഷേധം. പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞതോടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തർക്കം മൂത്തു. ഇതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഒൺലിയാക്കുകയായിരുന്നു ദേശീയ നേതൃത്വം. രാഹുൽ മാങ്കൂട്ടത്തിൽ തിടുക്കപ്പെട്ട MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസ്. CPM-ലും കോൺഗ്രസിൽ തന്നെയും നേരത്തെ സമാന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ആരോപണ വിധേയർ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല എന്ന സാഹചര്യമാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. നിയമപരമായി രാഹുലിനെതിരെ എന്തെങ്കിലും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും പാർട്ടിയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. രാഹുലിനെതിരെ പരാതി പാർട്ടി ആഭ്യന്തര സമിതി അന്വേഷിക്കും. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരാനുള്ള ചർച്ചകളും കോൺഗ്രസിൽ സജീവമാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. റിനി എന്ന തുടക്കമിട്ട ആരോപണ ശരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൂടുതൽ പരാതികളുടെ രൂപത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുമ്പോഴും തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ തിടുക്കത്തിൽ എടുക്കേണ്ടതില്ല എന്ന പൊതുവികാരമാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്. കാരണം ഇതിനു സമാനമായ ആക്ഷേപങ്ങൾ നേരിട്ടവർ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുണ്ട്. അവർ ഇപ്പോഴും MLA-മാരായി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ആരോപണം ഉയർന്നതിന്റെ പേരിൽ പോലീസിൽ രേഖാമൂലം ഒരു പരാതി ലഭിക്കുകയോ പോലീസ് അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത പശ്ചാത്തലത്തിൽ തിടുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ടതില്ല എന്നൊരു വികാരമാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ആരോപണ വിധേയനായ രാഹുലിനും പറയാനുള്ളതുകൂടി കേട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറി. KPCC നേതൃത്വം അത് ഹൈക്കമാൻഡിന് കൈമാറുന്നതോടെ ഹൈക്കമാൻഡ് നേതൃത്വം ഈ വിഷയത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുമെന്നൊരു വിലയിരുത്തലിലാണ് കോൺഗ്രസ്
നേതൃത്വമുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരക്കാരനായി ആരെ തെരഞ്ഞെടുക്കുമെന്ന ചർച്ചകൾ കഴിഞ്ഞ ദിവസം മുതൽ വലിയ തരത്തിൽ സജീവമായിരിക്കുകയാണ്. ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് ഓരോ പേരുകൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുൻപിലുണ്ടായിരുന്നത് KM അഭിജിത്തിന്റെയും അതോടൊപ്പം അബിൻ വർക്കിയുടെയും പേരുകളായിരുന്നു. അബിൻ വർക്കി നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റാണ്. രാഹുലിന്റെ തൊട്ടുതാഴെ ഭൂരിപക്ഷം ലഭിച്ചയാളാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ. അതേസമയം നിലവിൽ പാർട്ടിക്കുണ്ടായ അവമതിപ്പ് കണക്കിലെടുത്ത് പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ഒരു വനിതയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ചർച്ചകളും സജീവമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡോക്ടർ സോയ ജോസഫിന്റെ പേരിനാണ് ഡൽഹിയിൽ മുൻഗണനയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. രണ്ട് പേരുകൾ, അരിത ബാബു, ഡോക്ടർ സോയ ജോസഫ്, ഇങ്ങനെ രണ്ട് പേരുകൾ നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അടക്കം വിശദമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വമായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക. കാരണം കേരളം അടക്കം അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇനി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കും, സ്വാധീനിക്കും. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു പ്രശ്നം പാർട്ടിയിൽ ഉണ്ടാകാതിരിക്കാൻ ഒരു പൊതു സ്വീകാര്യനായ ആളെ അല്ലെങ്കിൽ സ്വീകാര്യതയുള്ള വനിതയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്താനുള്ള സാധ്യതയാണ് നിലവിൽ. ഡാൻ കുര്യൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ട നിലപാടിൽ പോലീസ്. വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളിൽ ഒരാളെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്ന വെളിപ്പെടുത്തലിൽ അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയെങ്കിലും FIR ഉടൻ രജിസ്റ്റർ ചെയ്യില്ല. യുവതികളിൽ ആരെങ്കിലും നേരിട്ട് പരാതി നൽകിയാൽ തുടർ നടപടി സ്വീകരിക്കാമെന്ന നിലപാടിലാണ് പോലീസ്. നവമി ദിനേശ് റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. യുവനടിയാകട്ടെ രാഹുലിന്റെ പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ വന്ന കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകളില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആണ് പരാതി. കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നും പോലീസിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. ആരോപണ വിധേയനായ രാഹുലിനെതിരെ പരാതിക്കാരന് തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. ഗർഭചിത്രം നടന്നിട്ടുണ്ടോ, ഗർഭസ്ഥ ശിശു ജീവിച്ചിരിപ്പുണ്ടോ, ഇരയായ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിച്ചു എന്നീ കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടുമില്ല. കേസിൽ മുന്നോട്ടു പോകണമെങ്കിൽ ഇരയെ കണ്ടെത്തുകയോ ഇര കൂടുതൽ വിവരങ്ങൾ കൈമാറുകയോ പരാതി നൽകുകയോ ചെയ്യണം. ഗർഭചിത്ര ആരോപണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് പോലീസ്. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിനും ബാലാവകാശ കമ്മീഷനും ഇന്നലെ പരാതി നൽകിയത്. യുവതിയും രാഹുലും തമ്മിലുള്ള നിലയിൽ ഇപ്പോൾ ലഭിച്ച ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് ഷിൻഡോ പരാതി നൽകിയിരിക്കുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് കുറ്റകരമാണെന്നിരിക്കെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. എന്തായാലും ഗർഭസ്ഥ ശിശുവിനെ ജീവിച്ചിരിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തി. പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ പ്രകാരം യുവതിയെ മാനസികമായും ശാരീരികമായും രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട്. പല ഗുരുതര വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതുവരേക്കും യുവതികൾ ആരും പരാതിയുമായി പോലീസിനെ സമീപിക്കാത്തത് തന്നെയാണ് MLA സ്ഥാനം ഉൾപ്പെടെ രാഹുൽ രാജിവെക്കാത്തത് എന്ന് തന്നെയാണ് വാർത്തകളും. ഒപ്പം തന്നെ രാഹുലിന്റെ ആത്മവിശ്വാസവും അത് തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാള് പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമോ ഇങ്ങനെയുള്ള. അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് ലൈവ് അറ്റ് 6 തുടരുകയാണ്. വോട്ട് ചോരി ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത പ്രതിസന്ധി നേരിടുന്നതിനിടെ ഇരട്ട വോട്ടിനെ ന്യായീകരിച്ച് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ
ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ തീരുമാനിച്ചാൽ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ചേർക്കുമെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. തൃശൂരിലെ ഇരട്ട വോട്ടിനെയും ഗോപാലകൃഷ്ണൻ ന്യായീകരിച്ചു. അതേസമയം BJP രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ വലിയ തെളിവാണ് ഗോപാലകൃഷ്ണന്റെ വാക്കുകളെന്ന ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. തൃശൂരിലുയർന്ന ഇരട്ട വോട്ട് ആരോപണങ്ങളിൽ ഒഴിഞ്ഞു മാറിയിരുന്ന BJP നേതൃത്വം അതിലെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു തുടങ്ങി. ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒരു വർഷം മുൻപ് ഇങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. രണ്ടുപേരും കൂടി പരസ്പരം സന്ധി ചെയ്ത് BJP ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണ്. സുരേന്ദ്രൻ തോറ്റത് 86 വോട്ടിനാണ്. ഇടത് വോട്ടും വലത് വോട്ടും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത്. അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികതയാണ്. നിയമാനുസൃതം രാജ്യത്ത് എവിടെയും വോട്ട് ചേർക്കാമെന്നും ജയസാധ്യതയുള്ളിടത്ത് വോട്ടർമാർ 6 മാസം താമസിച്ചാൽ എന്താണ് പ്രശ്നമെന്നും B ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ട് MT രമേശും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 6 തിരിച്ചറിയൽ രേഖയുണ്ട്. അതിലേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവുകയും 6 മാസം നിങ്ങളുടെ സ്ഥലത്ത് തുടർച്ചയായി താമസിക്കുകയും നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് ഇവിടെയും നിങ്ങൾക്ക് വോട്ട് ചേർക്കാം. എനിക്ക് കാശ്മീരിൽ പോയി ചേർക്കാം, കാശ്മീരുകാരൻ ഇവിടെയും ചേർക്കാം. എന്നാൽ ഫാസിസത്തിന്റെ മുഖക്കണ്ണാടിയാണ് ഗോപാലകൃഷ്ണൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന അനുഭവവും അക്കൗണ്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്താണ് RSSന്റെയും BJPയുടെയും ഗോപാലകൃഷ്ണന്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇനിയും വോട്ട് ചേർക്കുമെന്ന സ്ഥിരീകരണം കൂടിയാണ് ഗോപാലകൃഷ്ണന്റെ ഈ പ്രഖ്യാപനം. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണങ്ങൾ ശരിയല്ലെന്ന് സ്ഥാപിക്കാൻ ദേശീയ നേതൃത്വം പാടുപെടുമ്പോഴാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ ന്യായീകരണം കൂടി വരുന്നത്. എന്നാൽ അനധികൃതമായി വോട്ട് ചേർക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് എതിരല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് നേതൃത്വം. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു വിഷയത്തിലും സംസാരിക്കില്ല. വോട്ടിംഗ് ക്രമക്കേടിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകിയല്ലോ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. താൻ വ്യക്തിയും കുടുംബവും ഉള്ള ആളാണെന്ന് മറക്കുന്നുവെന്നും സുരേഷ് ഗോപി. എൻ്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്. എവിടം മുതൽ നിങ്ങളിത് തുടങ്ങി? കിരീടം, കലാമണ്ഡലം ഗോപി ആശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം ചെയ്തു? ഞാൻ വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നട റോഡിൽ തർക്കം. ഇന്നലെ രാത്രിയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ് KPCC അംഗം വിനോദ് കൃഷ്ണയുമായി തർക്കത്തിലേർപ്പെട്ടത്. മാധവിനെ പോലീസ് കൊണ്ടുപോയി പരിശോധിച്ചുവെങ്കിലും മദ്യപിച്ചതായി തെളിഞ്ഞില്ല. മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു ശാസ്തമംഗലം ജംഗ്ഷനിൽ തർക്കമുണ്ടായത്. KPCC അംഗം വിനോദ് കൃഷ്ണയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും സിനിമാ താരവുമായ മാധവ് സുരേഷുമാണ് വാഹനം കടന്നു പോകുന്നതിനെ ചൊല്ലിയുള്ള
തർക്കമുണ്ടായത്. ഇത് ഏതാണ്ട് 15 മിനിറ്റിലേറെ വലിയ വാക്കുതർക്കമായി മാറുകയായിരുന്നു. ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി. മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയം വിനോദ് കൃഷ്ണ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ മാധവ് സുരേഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ജീപ്പിൽ കയറ്റാൻ ശ്രമിച്ചു. അപ്പോൾ പോലീസിനോടും മാധവ് സുരേഷ് കയർത്ത് സംസാരിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോഴും പോലീസുമായി വാക്കേറ്റമുണ്ടായി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയത്തിൽ പോലീസ് പരിശോധന നടത്തി. പക്ഷേ മദ്യപിച്ചിട്ടില്ല എന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. വിനോദ് കൃഷ്ണ ഈ കേസിൽ തനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് വ്യക്തമാക്കി. മാധവ് സുരേഷിന്റെ കുടുംബാംഗങ്ങളും ഇന്നലെ രാത്രി സ്റ്റേഷനിലെത്തിയിരുന്നു. രണ്ട് കൂട്ടരും തമ്മിൽ സംസാരിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാൽ പോലീസ് നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ തന്റെ മകനെ സ്റ്റേഷനിൽ അനാവശ്യമായി കൊണ്ടുപോയതിനെതിരെ സുരേഷ് ഗോപി പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പരാതി നൽകുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഏതായാലും പ്രധാനപ്പെട്ട റോഡിൽ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ, ഒരു രാഷ്ട്രീയ നേതാവും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയുടെ മകനുമായി വാക്കേറ്റമുണ്ടായത്. CPM നൽകിയ കത്ത് ചോർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് തന്നെയാണെന്ന് ആവർത്തിച്ച് വ്യവസായി മുഹമ്മദ് ഷെർഷാദ്. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിനാണ് ഷെർഷാദിന്റെ മറുപടി. MV ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷെർഷാദ് പറഞ്ഞു. MV ഗോവിന്ദിന്റെ വക്കീൽ നോട്ടീസിന് മുഹമ്മദ് ഷെർഷാദ് മറുപടി നൽകി. താൻ പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കെതിരെയോ ആരോപണം ഉന്നയിക്കുകയോ അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം ആരോപണങ്ങൾ ഈ നോട്ടീസിൽ പറയുന്ന വസ്തുതാവിരുദ്ധമെന്നാണ് ഷെർഷാദ് പറയുന്നത്. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമാണ്. ഞാൻ എവിടെയും പാർട്ടിയോ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേരിൽ കത്ത് ചോർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മകനെ ശ്യാംജിത്തിനെ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. അതായത് ശ്യാംജിത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് മുഹമ്മദ് ഷെർഷാദ് ചെയ്യുന്നത്. പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കോ എതിരെയല്ല തൻ്റെ ആരോപണം. പക്ഷേ താൻ CPMന്റെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കത്ത് ചോർത്തിയത് ശ്യാംജിത്ത് എന്ന MV ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറി മകനാണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിന്നുള്ള മറുപടിയാണ് MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് ഷെർഷാദ് നൽകുന്നത്. അതായത് CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഷെർഷാദിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, വ്യാജ ആരോപണങ്ങളാണ്, തനിക്കോ തൻ്റെ മകനോ ഇതിലൊരു പങ്കുമില്ല എന്ന് ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ട് MV ഗോവിന്ദന് ക്ലീൻ ചിറ്റ് നൽകുകയും എന്നാൽ ശ്യാംജിത്തിനെ സംശയം നിലനിർത്തിക്കൊണ്ടുള്ള മറുപടിയാണ് ഷെർഷാദ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രാജേഷ് കൃഷ്ണയ്ക്കെതിരായ ആരോപണങ്ങളും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ് MPമാരുടെ സീറ്റ് താൽപര്യം സജീവ ചർച്ചയാകുമ്പോൾ NK പ്രേമചന്ദ്രൻ MPയുടെ അസംബ്ലി മോഹം RSPയിൽ മറ്റൊരു പിളർപ്പിന് വഴി തുറക്കുമോ? ഇരവിപുരം മണ്ഡലം നോട്ടമിട്ടുള്ള പ്രേമചന്ദ്രൻ നീക്കങ്ങളാണ് RSPയിൽ കല്ലുകടിക്ക് വഴിവെച്ചിരിക്കുന്നത്. കൊല്ലം നിയമസഭാ സീറ്റിനു വേണ്ടി ഷിബു ബേബി ജോൺ മുന്നണിയിൽ അവകാശവാദം തുടരുമ്പോഴാണ് പ്രേമചന്ദ്രന്റെയും സമാന നീക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തോടെ നിയമസഭയിൽ പ്രാതിനിധ്യം തന്നെ നഷ്ടപ്പെട്ട RSPക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെ. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിനെ കളത്തിലിറക്കാൻ RSP UDFൽ അവകാശവാദം തുടരുന്നത്. ഇതിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായ NK പ്രേമചന്ദ്രനും അസംബ്ലി സീറ്റ് മോഹവുമായി RSPയിൽ കരുനീക്കം സജീവമാക്കിയിരിക്കുകയാണ്. 2016-ലും 2021-ലും കൈവിട്ടുപോയ ഇരവിപുരമോ ചവറയോ ലക്ഷ്യമാക്കിയാണ് പ്രേമചന്ദ്രന്റെ നീക്കം. MP സ്ഥാനം രാജിവെച്ച് NK പ്രേമചന്ദ്രൻ കളത്തിലിറങ്ങാൻ നടത്തുന്ന ശ്രമം കൊല്ലം സീറ്റിനു വേണ്ടിയുള്ള പാർട്ടിയുടെ അവകാശവാദത്തിന്റെ ആക്കം കുറയ്ക്കുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം. ഷിബു ബേബി ജോണിനെ അസ്വസ്ഥനാക്കുന്നതും ഇതുതന്നെ. അതേസമയം കൊല്ലം സീറ്റ് കോൺഗ്രസ് RSPക്ക് വിട്ടു നൽകിയില്ലെങ്കിൽ അത് അവസരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. UDFിനുള്ളിൽ സ്വരച്ചേർച്ചയില്ലായ്മയെന്ന് പലകുറി പരസ്യമായി പ്രതികരിച്ച ഷിബു ബേബി ജോണിനെ ഇടത് പാളയത്തിലെത്തിക്കാൻ ഇതിനോടകം തന്നെ CPM നീക്കം നടത്തിയതായാണ് വിവരം. UDFന് ഭരണം ലഭിച്ചാൽ ഒരു മന്ത്രിസ്ഥാനമേ ലഭിക്കൂ എന്നതാണ് മുൻ മന്ത്രിമാരായ NK പ്രേമചന്ദ്രനെയും ഷിബു ബേബി ജോണിനെയും സുരക്ഷിത മണ്ഡലങ്ങൾ തേടാൻ നിർബന്ധിതരാക്കുന്നതും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും. നാളെ മുതൽ പെൻഷൻ വിതരണം ചെയ്യും. ഇതിനായി 1679 കോടി രൂപ അനുവദിച്ചുവെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുക. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്.
കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളി പെൺകുട്ടിയെ കൂട്ടുബലാത്സംഗം ചെയ്തു. 15-കാരിയെ 5 മലയാളി യുവാക്കൾ ചേർന്നാണ് ബലാത്സംഗം ചെയ്തത്. പ്രതികൾ ഒളിവിലാണ്. ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘം കോഴിക്കോടെത്തി. 3 दिन बाद जिम पे डाला था मैंने, 3 दिन बाद घर पे जाके बोला मम्मी मेरा मॉल पे काम ठीक हो गया है। मैंने बोला कौन ठीक किया? बोला उधर का जो मैडम है जिम चला था उसका बीबी मैडम है, तो वो बीबी ने मेरे को काम ठीक करके दिया, मैं मॉल पर काम करूंगी। तो मैंने बोला मैडम अच्छा है क्या? बोला हाँ अच्छा है, मैं उधर काम करूंगी। वो बोला है अच्छा अच्छा कपड़ा पहन के आएगी, ये स्मार्ट जैसे फैशन जैसे कपड़ा पहन के आएगी, ऐसे कपड़ा नहीं चलेगा, ऐसा मेरे को बोला है। पुलिस ने क्या बोला? कब? अभी बोल रही पुलिस ने, अभी बोल रही वो उड़ीसा का मैडम था, वो गया है इधर नहीं। अभी बोला तो अभी आरपीना के पास से पता चलेगा जो वो उड़ीसा का मैडम था कि केरला का मैडम था। आरपीना के पास से രാമനാട്ടുകരയിലെ ഒരു മാളിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി രാത്രി ഏറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താതെ വന്നതോടെയാണ് വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചത്. ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് രാത്രിയിൽ കാര്യമായി അന്വേഷണം നടത്തിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. രാമനാട്ടുകര പട്ടണത്തിന് സമീപത്ത് തന്നെ ഒരു കാറിൽ കൊണ്ട് ഈ കുട്ടിയെ ഏതാനും യുവാക്കൾ ചേർന്ന് ഇറക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം പോലീസ് എത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെയാണ് തലേദിവസം കാണാതായ പെൺകുട്ടി, ബംഗാളി സ്വദേശിയായ പെൺകുട്ടിയാണിതെന്ന് മനസ്സിലാക്കിയത്. കുട്ടിയുടെ ശരീരമാസകലം മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. കയ്യിലും കാലിലും മാറിലുമൊക്കെയായി പരിക്കുകളുണ്ട് എന്നാണ് വീട്ടുകാർ, അമ്മ അടക്കം പറയുന്നത്. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായതായാണ് കുടുംബം പറയുന്നത്. മാളിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു യുവാവുമായി കുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നു. എന്നാൽ പ്രണയം പോലുള്ള അത്ര വലിയ അടുപ്പമായിരുന്നില്ല എന്നും വീട്ടുകാർ പറയുന്നു. ആ യുവാവാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതെന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ രാമനാട്ടുകര തന്നെയുള്ള ഒരു കെട്ടിടത്തിൽ കൊണ്ടുപോയി മറ്റ് 4 പേർ കൂടി കുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതായാണ് അവർ വ്യക്തമാക്കുന്നത്. മാനസികവും ശാരീരികവുമായ ആഘാതങ്ങളാണ് കുട്ടിക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സംഭവമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും, ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസ് പിടികൂടാൻ തയ്യാറാവുന്നില്ല എന്നാണ് കുടുംബം പരാതി പറയുന്നത്. ഈ പെൺകുട്ടിയുടെ നാട്ടിൽ ബംഗാളിലും ഈ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയും പ്രാദേശിക നേതൃത്വം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘത്തെയും ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും കൗൺസിലർ അടക്കമുള്ളവരെയും കേരളത്തിലേക്ക് അയക്കുകയും അവർ കേരള പോലീസുമായി, ഫാറൂഖിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പല മാർഗങ്ങളിൽ കൂടിയും പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം എത്ര പേർ പെൺകുട്ടിയെ പീഡനത്തിന് വിധേയമാക്കി എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ലഭ്യമല്ല എന്നും പോലീസ് പറയുന്നു. കാരണം ഈ കൃത്യത്തിൽ നിർവഹിച്ച ശേഷം ഈ കുട്ടിയെ മയക്കുമരുന്ന് അടക്കം കൊടുത്താവാം ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് എന്നൊരു കണക്കൂട്ടലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഈ കുട്ടിക്ക് നേരെ അതിക്രമങ്ങൾ നടത്തിയതെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ മൊഴി നൽകാൻ പര്യാപ്തമായ അവസ്ഥയിലല്ല കുട്ടിയെന്നും പറയുന്നു. എന്തായാലും ഇതേക്കുറിച്ച് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. പ്രധാന പ്രതിയെ കിട്ടിയാൽ ബാക്കി ആളുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് അറിയുന്നത്. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ കുട്ടി ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നത്. ഈ കുട്ടിയുടെ അമ്മയും വല്യമ്മയും ഒക്കെ വർഷങ്ങളായി തന്നെ രാമനാട്ടുകരയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ഈ കൂലിപ്പണിക്കും, അതായത് കെട്ടിട നിർമ്മാണ ജോലികൾക്കും ഒപ്പം വീട്ടുജോലികൾക്കുമൊക്കെ പോയാണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. ബംഗാളിൽ നിന്നും കേരളത്തിലെത്തിയ ഈ കുട്ടിയെ ജിമ്മിൽ പരിശീലനത്തിനായി കുടുംബം അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് കുട്ടിക്ക് ഷോപ്പിംഗ് മാളിൽ ജോലി വാങ്ങിക്കൊടുത്ത് ഒരു തുണിക്കടയിൽ ഈ തുണി മടക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ആണ് എന്ന് പറഞ്ഞാണ് ജോലിക്ക് കൊണ്ടുപോയതെന്നും കുടുംബം പറയുന്നു. അവിടെ വെച്ചാണ് ഈ ഹിന്ദി അറിയാവുന്ന ആളുകളുമായി അടുത്തിടപഴകുന്ന ഒരു സ്വഭാവം കുട്ടിക്കുണ്ടായത്. മലയാളം തീരെ അറിയാത്ത കുട്ടിയാണ്. അങ്ങനെയാണ് ഈ യുവാവുമായി പരിചയപ്പെട്ടത്. 1 മാസം മുമ്പ് മാത്രമാണ് യുവാവുമായി കുട്ടി പരിചയപ്പെട്ടതെന്നും ഈ കുടുംബം അറിയിക്കുന്നു. ഈ യുവാവിനെ പറ്റി വീട്ടുകാരോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഇയാൾ ചെയ്യുമെന്ന ഒരു കണക്കൂട്ടൽ ഒരിക്കലും കുടുംബത്തിനുണ്ടായില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ കണ്ടെത്തണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ബംഗാളിൽ നിന്നെത്തിയ പോലീസ് സംഘം കേരളത്തിൽ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഊർജ്ജസ്വലമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് കുടുംബം. അധികാര സ്ഥാനത്തിരിക്കുന്നവർ 30 ദിവസം കസ്റ്റഡിയിലായാൽ നീക്കം ചെയ്യാൻ അധികാരം നൽകുന്ന ബില്ലിനെ ന്യായീകരിച്ച പ്രധാനമന്ത്രി. അറസ്റ്റിലായ സർക്കാർ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട്
പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും നീക്കം ചെയ്തുകൂടാ എന്നായിരുന്നു മോദിയുടെ ചോദ്യം. പ്രതിപക്ഷം ബില്ലിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമെന്നും മോദി പറഞ്ഞു. ये आरजेडी वाले, ये कांग्रेस वाले, ये लेफ्ट वाले इस कानून का विरोध कर रहे हैं. ये बहुत गुस्से में है और कौन नहीं जानता उनको किस बात का डर है. जिसने पाप किया होता है वो अपने पाप को दूसरों से छुपाता है, लेकिन खुद को भीतर से जानता है कि क्या खेल खेला है. इन सब का भी यही हिसाब है. ये आरजेडी और कांग्रेस वाले कोई बेल पर बाहर है, कोई रेल के खेल में अदालत के चक्कर लगा रहा है और जो जमानत पे बाहर घूम रहे हैं. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിച്ചു. ദേശീയ തലസ്ഥാന മേഖലയിലെ തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച ശേഷം ആവാസ വ്യവസ്ഥയിൽ തുടർന്നു വിടാമെന്ന് സുപ്രീം കോടതി. തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്ന മുൻ നിർദ്ദേശം സുപ്രീം കോടതി ഭേദഗതി ചെയ്തു. തെരുവു നായ്ക്കൾക്ക് പൊതുനിരത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നത് അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഭക്ഷണം നൽകാനായി മുനിസിപ്പൽ അധികൃതർ പ്രത്യേക സ്ഥലം കണ്ടെത്തണം. പിടികൂടുന്ന നായ്ക്കളെ വാക്സിനും വിരമരുന്നും നൽകിയ ശേഷം എവിടെ നിന്ന് പിടിച്ചോ അവിടെ തന്നെ തുറന്നുവിടണം. ആക്രമണ സ്വഭാവമുള്ളതും പേവിഷബാധയുമുള്ള നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ തുറന്നുവിടരുത്. തെരുവുനായ വിഷയത്തിൽ രാജ്യവ്യാപകമായ ഏകീകൃത നയം രൂപീകരിക്കണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. കനത്ത മഴ തുടരുന്ന ഗുജറാത്തിലെ പാൽ ടാങ്കറിൽ കുടുങ്ങിയ 11 പേരെ രക്ഷപ്പെടുത്തി NDRF സംഘം. പോർബന്ദർ ജില്ലയിലെ മാധവ്പൂരിൽ മോച്ച കടാച്ച റോഡിലെ വെള്ളക്കെട്ടിലാണ് ലോറി കുടുങ്ങിയത്. കൊളംബിയയിൽ വാഹനത്തിൽ ബോംബ് പൊട്ടിത്തെറിച്ച് 5 മരണം. കാലിയ നഗരത്തിൽ നടന്ന സ്ഫോടനത്തിൽ 36 പേർക്കാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. മാർക്കോ ഫിഡൽ സുവാരസ് മിലിറ്ററി ഏവിയേഷൻ സ്കൂളായിരുന്നു ലക്ഷ്യം എന്നാണ് നിഗമനം. കൂടുതൽ സ്ഫോടനങ്ങൾ ഭയന്ന് വലിയ ട്രക്കുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉണ്ടായ ഈ സ്ഫോടനം അധികൃതരെ ആശങ്കപ്പെടുത്തുന്നു. മാസങ്ങൾക്ക് മുൻപ് കാലിയിലും പരിസര പ്രദേശങ്ങളിലും 7 പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇടതുപക്ഷ ഗറില്ലകൾ ഏറ്റെടുത്തിരുന്നു. ഒരിടവേള കൂടി. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജാണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവ നടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിന്നെ വാഴൂർ സോമൻ MLAക്ക് നാടിന് അന്ത്യാഞ്ജലി. രാവിലെ പിരുമേട്ടിലെ വീട്ടിൽ നിന്നും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെത്തിച്ച മൃതദേഹത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. സ്പീക്കർ N. ഷംസീർ, മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, K. രാജൻ, P. പ്രസാദ്, J. ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തി. ഭൗതികദേഹം വഹിച്ചുകൊണ്ട് വിലാപയാത്ര 4:30 പാമ്പനാർ സ്മൃതി മണ്ഡപത്തിലെത്തി. പോലീസിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി M. K. സ്റ്റാലിൻ മുഖ്യാതിഥിയാകും. M. K. സ്റ്റാലിനെ ദേവസ്വം വകുപ്പ് മന്ത്രി V. N. വാസവൻ നേരിട്ട് ക്ഷണിച്ചു.
ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ 20-ന് പമ്പാ തീരത്താണ് അയ്യപ്പ സംഗമം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ മുഖ്യാതിഥിയായിട്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുക്കുക. കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവരും പങ്കെടുക്കും. ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് കൊലപാതക കേസായി മാറ്റിയതിൽ നന്ദി പറഞ്ഞ സഹോദരൻ പ്രവീൺ. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ഫലം കണ്ടതായും പ്രവീൺ ന്യൂസ് 18നോട് പറഞ്ഞു. അന്വേഷണം ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾക്ക് കൂടി സർക്കാർ തയ്യാറാകുമെന്ന പ്രതീക്ഷയും പ്രവീൺ പങ്കുവയ്ക്കുന്നു. പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു. ദൈവത്തിന്റെ കരങ്ങൾ പോലെ അവസാനം 8 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വരും. അതിനു മുമ്പുള്ള രീതിക്ക് ബന്ധുക്കളെയും ഞാൻ ഇറ്റലിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണേലും എന്നെയും വളരെ മാന്യമായ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആളുണ്ട് എന്ന് കാണിച്ച് കബളിപ്പിക്കാൻ പ്രതിക്ക് പറ്റി. 2017 ഡിസംബർ 20 ബിന്ദുവെന്ന ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയുടെ തിരോധാനം പട്ടണക്കാട് പോലീസിന്റെ ക്രൈം ഫയലിൽ ഇടം പിടിക്കുന്നത് ആ ദിവസമാണ്. ഒരു സ്ത്രീ പൊടുന്നനെ അപ്രത്യക്ഷമാവുകയും ആൾമാറാട്ടവും വ്യാജരേഖകളുമടക്കം ചമച്ച് അവരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും ചെയ്യപ്പെട്ടിട്ടും അവർ ജീവനോടെയില്ലെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് നീണ്ട 8 വർഷം വേണ്ടിവന്നു. അച്ഛനും അമ്മയും മരിച്ചതോടെ സഹോദരൻ പ്രവീൺ മാത്രമായിരുന്നു ബിന്ദുവിനുണ്ടായിരുന്നത്. പ്രവീൺ ആകട്ടെ വിദേശത്തും. ഇത് സെബാസ്റ്റ്യന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കി. ക്രിമിനൽ ബുദ്ധിയുള്ള സെബാസ്റ്റ്യൻ ബിന്ദു ജീവനോടെയുണ്ടെന്ന് ബന്ധുക്കളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചും പിന്നെയും വിലസി. ജൈനമ്മ കേസിൽ കോട്ടയത്തെ ജില്ലാ ജയിലിലാണ് നിലവിൽ റിമാൻഡിൽ സെബാസ്റ്റ്യനുള്ളത്. ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിലും സെബാസ്റ്റ്യന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതോടെ ഒരു പെണ്ണിനെ സ്നേഹം നടിച്ച് ചതിച്ച് വഞ്ചിച്ച് കൊലപ്പെടുത്തിയ കൊടും ക്രൂരനായ വ്യക്തിയുടെ മറ്റൊരു ആധികാരിക ചിത്രം കൂടി പുറത്തുവരികയാണ്. ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യൻ മാത്രമാണോ കുറ്റക്കാരൻ? പണത്തിനുമേൽ പരുന്തും പറക്കില്ലെന്ന് തെളിയിച്ച് എല്ലാ ഒത്താശയും ചെയ്ത ചേർത്തലയിലെ ആദ്യ അന്വേഷണ സംഘത്തിനും ബിന്ദു ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാനത്തിനും കൊലപാതകത്തിനും പിന്നിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകുമോ? 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ് കേസാണ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് FIR ഉള്ളി FIR. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ FIRന് 70 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിൽ തന്നെ ഇല്ലേ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതിൽ തന്നെ ഇല്ല. ഇത് എന്തോ ഒരു ഇൻക്രിമെന്റിന്റെ വിഷയമൊക്കെ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മേളിൽ നിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പേരൊക്കെ പതുക്കെ പുറത്ത് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. 2017 സെപ്റ്റംബർ മാസത്തിലാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ സഹോദരിയെ കാണാനില്ലെന്ന പരാതി ആഭ്യന്തര വകുപ്പിന് നൽകുന്നത്. ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള സഹോദരിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വ്യാജരേഖയുണ്ടാക്കി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതിന്റെ രേഖകൾ സഹിതമായിരുന്നു പരാതി. ബിന്ദുവിന് പകരം ജെ എന്ന സ്ത്രീയെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയതിന്റെ വിശദാംശങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ഫയൽ നമ്പർ ഇട്ട് ആലപ്പുഴയിൽ എത്തിയിട്ടും പട്ടണക്കാട് പോലീസിന് കേസിൽ FIR ഇടാൻ പോലും 70 ദിവസം വേണ്ടിവന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിവന്നത് 6.5 മാസവും 15 ദിവസവും. സെബാസ്റ്റ്യന് വേണ്ടിയുള്ള പോലീസിന്റെ ഒത്താശയ്ക്ക് ഇതിനുമപ്പുറം എന്ത് തെളിവ് വേണം? ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായെങ്കിലും ജൈനമ്മയ്ക്കും ഐഷയ്ക്കും സിന്ധുവിനും ബിന്ദുവിനുമെല്ലാം ഇനിയെങ്കിലും നീതി കിട്ടുമോ? ഇതിന്റെ പുറകിലൊക്കെയുള്ള ബുദ്ധിയും പുറകിലൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാം പതുക്കെ പുറത്തു വരട്ടെ. എങ്കിലും ഈ കാലതാമസം വന്നുപോയതിന്റെ ഒരു കുറ്റബോധവും സങ്കടവും എനിക്കില്ലായകയില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ അന്വേഷണം വരും, കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.
പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ 6 ദിവസത്തോളം അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചുവെന്ന് പരാതി. മുതലമട മൂജക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയമാണ് മർദ്ദനമേറ്റത്. മുതലമട ഊർക്കുളം വനമേഖലയിൽ ഫാം സ്റ്റേയിലെ ഉടമയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതലമട ഊർക്കളം വനമേഖലയിലാണ് പരാതിക്കാസ്പദമായ സംഭവം. ദിവസങ്ങൾക്ക് മുൻപ് തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു വെള്ളയ്യൻ. ഈ സമയം പ്രദേശത്തെ ഫാം സ്റ്റേയിൽ പറമ്പിൽ മദ്യക്കുപ്പി കിടക്കുന്നത് കണ്ട യുവാവ് മദ്യം കുടിച്ചു. ഇതോടെ ഫാം സ്റ്റേയിലെ ഉടമ വെള്ളയ്യനെ മർദ്ദിക്കുകയും ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ട് 6 ദിവസത്തോളം പട്ടിണിക്കിടുകയും ചെയ്തുവെന്നാണ് പരാതി. ഇന്നലെ രാത്രി മുതലമട പഞ്ചായത്ത് അംഗം കൽപ്പനാദേവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ചേർന്നാണ് യുവാവിനെ മോചിപ്പിച്ചത്. 2 வீரத்துக்கு 10 வீரர் கணக்கு சொன்னாங்க. 10 வீரர் கடன் கட்டிட்டு போனால் போதுன்னு சொல்லங்காட்டி உங்கள் அம்மா வந்து பணம் தரேன்னு சொல்லி நான் அன்னைக்கு காலை விட்டு போகணுன்னு காட்டி அது முடியாது, பணம் கட்டிட்டு போனால் போதும், இன்னைக்கு கஞ்சியில மேலே படுக்க வச்சுட்டாங்க. அவன் அடித்தா உதத்த எல்லாம் பண்ணினான். 5 நாளா பண்ண 5 நாளா தான். சாப்பாடு ஒரு எத்தனை நேரம் கொடுத்தாங்க சார்? சாப்பாடு எப்பவுமே ஒரு நேரம் தான் கொடுக்குறாங்க. ஒரு நாளைக்கு ஒரு நேரம் அடியும் இருக்குது, சாப்பாடும் ஒரு நேரம். ஆமாங்க. அவரை ஒரு வாரமாக காணாங்கிற நேரத்தில் எங்களுக்கு இங்கே ஒரு வேலைக்கு வந்த ஒரு தகவல் கிடச்சி நாங்கள் இங்கே வந்தோம். இங்கே வந்து பார்க்கும்போது பொம்பளைகள்லாம் கஞ்சா மயக்கத்தில் போகிறாங்க. இங்கே கஞ்சாவும் விபச்சாரமும் எனக்கு நடக்கிறதா இன்னைக்கு தான் தெரிஞ்சது. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വെള്ളയ്യനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശരിക്ക് അട്രോസിറ്റി പ്രകാരം കേസെടുക്കണം. അനധികൃതമായി പ്രവർത്തിച്ച സ്ഥാപനത്തിനെതിരെ നടപടി ഉണ്ടാകണം. ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കും വേണം. ഫാം സ്റ്റേയുടെ പ്രവർത്തനം അനധികൃതമാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മാലിന്യക്കുഴിയിൽ കുടുങ്ങി ശുചീകരണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കല്ലേക്കുളുങ്ങര സ്വദേശി സുജീന്ദ്രനാണ് മരിച്ചത്. ഒലവക്കോട് ഉമ്മിനിയിലാണ് സംഭവം. ഉമ്മിനിയിലെ ഹോട്ടലിലെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം. കോതമംഗലം ഊന്നുകല്ലിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വർക്ക് ഏരിയയുടെ ഗ്രില്ല് തകർന്നു കിടക്കുന്നത് കണ്ട് ഊന്നുകൽ പോലീസിൽ ഉടമ പരാതി നൽകിയിരുന്നു. ഇന്ന് ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് പരിശോധന നടത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാൻഹോളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി ആനിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാമാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി മൃതദേഹം ജലാശയത്തിൽ കണ്ടെത്തുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്കാണ് സന്ദീപ് സിംഗ് റാം അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിൽ ഒപ്പമുണ്ടായിരുന്ന 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് വള്ളം മുങ്ങിയത്. കാസർഗോഡ് ASIയെ പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ ASIയും കുറ്റിക്കോൽ സ്വദേശിയുമായിട്ടുള്ള മധുസൂദനാണ് മരിച്ചത്. രാവിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. ആത്മഹത്യക്കുറിപ്പ് ക്വാർട്ടേഴ്സിൽ നിന്നും കണ്ടെത്തിയെന്നാണ് സൂചന. അവിവാഹിതനാണ് മധുസൂദനൻ. കൊച്ചിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് പോലീസുകാരൻ മദ്യപിച്ചെത്തി. KAP 5ാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് S സുരേഷാണ് ഇന്നലെ വൈകിട്ട് വിമാനത്താവളത്തിൽ മദ്യപിച്ചെത്തിയത്. പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത് റിപ്പോർട്ട് ചെയ്തതോടെ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. മദ്യപിച്ചതായി സ്ഥിരീകരിച്ചതോടെ ഉടനടി ഡ്യൂട്ടിയിൽ നിന്ന് മടക്കി അയച്ചു. ഇയാളുടെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിൽ നിന്ന് വിവരങ്ങൾ തേടി DIGക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകും. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് വൻ ചാരായ വേട്ട. രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന വാറ്റുപകരണങ്ങളും ചാരായവുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിലായി. കാഞ്ഞിരംകുളം സ്വദേശി അയ്യപ്പനാണ് പിടിയിലായത്. 150 ലിറ്ററോളം വാഷ്, 6 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവ കണ്ടെത്തി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര എക്സൈസ് സർക്കിളും സംഘവും നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചാരായ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. ഓണ വിപണി ലക്ഷ്യമിട്ടാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. കൊമ്പൻ കിരൺ നാരായണൻകുട്ടി ചേരിഞ്ഞു. അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് ആന ചരിഞ്ഞത്. കോട്ടയം നാട്ടകം സ്വദേശി പുത്തൻപുരയ്ക്കൽ മധുവിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ്.
പാലക്കാട് തെരുവുനായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കുട്ടികൾ തലനാരിഴയ്ക്ക്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ നായ്ക്കൾ പാഞ്ഞെടുത്തു. തെക്കുമ്മല പാലക്കാവ് അമ്പലത്തിന് സമീപമാണ് സംഭവം. ഗേറ്റ് അടയ്ക്കാനായതോടെയാണ് പരിക്കേൽക്കാതെ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. പാലക്കാട് അമ്പലത്തറ നഗരത്തിൽ വെച്ച് വഴിയാത്രക്കാർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പുല്ലാപ്പറ്റശ്ശേരി സ്വദേശി അജിതയ്ക്ക് നേരെയാണ് രാവിലെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി റോഡ് അരികിലൂടെ നടക്കുന്നതിനിടെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. അജിതയുടെ കാലിലാണ് കടിയേറ്റത്. കൊല്ലത്ത് രേഖകളില്ലാതെ കടത്തിയ 205 പവൻ സ്വർണവും 11 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു. തൃശൂർ നെന്മേനി സ്വദേശി ഹരിദാസ്, അഭിഷേക് എന്നിവരാണ് പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കണ്ണൂർ പയ്യന്നൂർ കണ്ടോത്ത് 4 ഇടങ്ങളിൽ മോഷണ ശ്രമം. കണ്ടോത്ത് ALP സ്കൂൾ, ഔഷധി മരുന്നുശാല, ലോട്ടറി സ്റ്റാൾ, സ്പെയർ പാർട്സ് കട എന്നിവിടങ്ങളിലാണ് കവർച്ചാ ശ്രമം നടന്നത്. കണ്ടോത്ത് ALP സ്കൂളിൽ പ്രധാന വാതിൽ തകർത്ത് അകത്തുകയറി ഓഫീസ് മുറിയുടെ പൂട്ട് പൊളിച്ച് ഓഫീസിലെ അലമാര കുത്തി തുറന്ന് ഫയലുകൾ വാരി വലിച്ചിട്ട നിലയിലാണ്. സംഭവ സമയത്ത് സ്കൂളിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പയ്യന്നൂരിലെ സബ് ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്കൂളിലെത്തി പരിശോധന നടത്തി. പരിസരത്തെ CCTV ക്യാമറകളും പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞ വീട്ടമ്മയിൽ നിന്ന് പണം തട്ടിയാൽ പിടിയിൽ. തൃശൂർ പകരപ്പള്ളി സ്വദേശി വെളുത്തേടത്തുകാട്ടിൽ ഹാരിസ് മുഹമ്മദാണ് അറസ്റ്റിലായത്. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ വീട്ടമ്മയുടെ കയ്യിൽ നിന്നും 18,72,000 രൂപയാണ് തട്ടിയെടുത്തത്. പത്തനംതിട്ട കോന്നി KSRTC ഡിപ്പോയ്ക്ക് സ്ഥലം നികത്തി കെട്ടിടം നിർമ്മിച്ചത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ. സ്ഥലം ഉടമയുടെ ഹർജിയിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ഹൈക്കോടതി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. കയ്യേറ്റം കണ്ടെത്തിയതോടെ ഡിപ്പോയുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. കോന്നി മങ്ങാരം വാലുതുണ്ടിൽ S. രവിയുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 10 സെന്റ് സ്ഥലമാണ് കോന്നി KSRTC ഡിപ്പോയ്ക്കായി കയ്യേറിയത്. സ്ഥലം ഏറ്റെടുക്കാമെന്ന ഉറപ്പിലായിരുന്നു ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ. എന്നാൽ ഏറ്റെടുത്ത ഭൂമിക്ക് പണം നൽകാതെ നിർമ്മാണം നടത്തിയതോടെ ഉടമ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയിൽ സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്ന് വ്യക്തമായി. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അളന്ന് മാർക്ക് ചെയ്തു നൽകി. 2015 ആയപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്തു. എനിക്ക് പൈസ സെറ്റിൽ ചെയ്തു. അപ്പോഴത്തേനും ഒരു മണ്ണിട്ടൊക്കെ നിർത്തി. ഞാൻ തന്നെ അവർ തരാം അത് ചെയ്യാം അവിടെ പോയിട്ടുണ്ട്. ഫയൽ അവിടെ ട്രൈബ്യൂണലിലാണ്, കളക്ടർ ഓഫീസിലാണ് പറഞ്ഞത്. ഞാൻ ട്രൈബ്യൂണലിൽ കയറി ഇറങ്ങി. അവസാനം 2016 ട്രൈബ്യൂണലിലുള്ള അവിടെ പറഞ്ഞു എന്നോട് പറഞ്ഞു കേസ് കൊടുക്കാതെ രക്ഷയില്ല. അങ്ങനെ കേസ് ഫയൽ ചെയ്ത് 2017 ഹൈക്കോർട്ട് ഓർഡർ വന്നു. 3 മാസത്തിനകം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. അതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസിനൊന്നും ഒരു അവകാശമില്ല. 2017 ഹൈക്കോർട്ട് ഓർഡർ വന്നു. ആരും ഒന്നും ചെയ്തില്ല. ഞാനും പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ല. സ്ഥലം എൻ്റെ പേരിലല്ലേ കിടക്കുന്നു. ഞാൻ ടാക്സ് അടച്ചുകൊണ്ടിരുന്നു. പിന്നെ 2021 ഇവർ അതോറിറ്റി ഫോൺ ചെയ്ത് ചോദിച്ചു ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാം, സ്ഥലം ഡെവലപ്പ് ചെയ്താൽ ഞാനപ്പോൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് ഡിപ്പോയ്ക്ക് വേണ്ടി പഞ്ചായത്തിന്റെ കൈവശമുണ്ടായിരുന്ന 1 ഏക്കർ 93 സെന്റും വിലയ്ക്ക് വാങ്ങിയ 48 സെന്റും ചേർത്ത് 2 ഏക്കർ 41 സെന്റാണ് KSRTCക്ക് നൽകിയത്. നിലമായിരുന്ന സ്ഥലം പിന്നീട് മണ്ണിട്ട് നികത്തി. ഈ സമയം രവിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൂടി ഏറ്റെടുക്കാതെയാണ് അധികൃതർ നികത്തിയത്. ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 19/6/25 ഹൈക്കോർട്ട് ഓർഡർ വന്നിട്ട് പറഞ്ഞു ടാക്സ് വാങ്ങിച്ചോളാം. അവർ KSRTC വിളിച്ച് KSRTC എഴുതി കൊടുത്തു ഞങ്ങളുടെ എല്ലാ സ്ഥലവും ഞങ്ങൾ എടുത്തിട്ടില്ല. ബാക്കിയുള്ള റവന്യൂ വിളിച്ചു. ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് ആരാ പേര് കിട്ടിയത്. ഉടനെ ടാക്സ് വാങ്ങിച്ച് റെസിപ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ടാക്സ് വാങ്ങിച്ചു. ഉടമസ്ഥാവകാശം തിരിച്ചു കിട്ടി. എന്നിട്ട് 2ാമത്തെ കോർട്ട് ഓർഡർ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സർവേ ചെയ്ത് മുഴുവൻ സ്ഥലവും തിരിച്ച് ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ സ്ഥലം സർക്കാരിന് തന്നെ തിരികെ നൽകാനാണ് ഉടമയുടെ തീരുമാനം. ഇപ്പോൾ റവന്യൂ വകുപ്പ് മാർക്ക് ചെയ്ത ഭാഗം മതിൽ കെട്ടിത്തിരിക്കും. ഇതോടെ ഉദ്ഘാടനം അടുത്തിരുന്ന KSRTCയുടെ പദ്ധതി തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. പാഴായി പോകുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കീഴ്ശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ. ആകർഷകമായ അലങ്കാരപ്പൂക്കളിലൂടെ വരുമാനം കണ്ടെത്തുകയാണ്. പ്രദർശനമേളകളിൽ നിറസാന്നിധ്യമാകുന്ന ഷാഹിന.
പുല്ല്, മുള, ഇലകൾ, അടയ്ക്കാത്തൊണ്ട്, ചോളത്തൊലി, മരത്തൊലി തുടങ്ങി ഏത് വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും. ഇവ കൊണ്ട് ആകർഷകമായ അലങ്കാരപ്പൂക്കൾ ഒരുക്കും. പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാകാതിരിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന ഷാഹിന അവ തിരഞ്ഞുപിടിച്ചാണ് ശേഖരിക്കുന്നത്. ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ളൊക്കെ എടുത്തിട്ട് ഒരു 4-5 വർഷം കേടുകൂടാതെ നിൽക്കുന്ന രീതിയിലാക്കിയെടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കല അറിയുന്നതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തു. ഫസ്റ്റിൽ അവരത് കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത്. ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. ചെറിയ വിലയ്ക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടകളിൽ കിട്ടും. പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് ഷാഹിനയുടെ പതിവ്. സ്റ്റോളിലിരുന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം. തീർത്തും പരിസ്ഥിതി സൗഹൃദമായ അലങ്കാരപ്പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് പ്രാധാന്യമർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു. പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ്വസ്തുക്കളല്ലെന്നാണ് ഷാഹിനയുടെ നിരീക്ഷണം. പിന്നെ വ്യവസായത്തിൻ്റെ ഇതിലും പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ ഇതിലും പിന്നെ ബാംബുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇവരിനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടിങ് ആണ്. പിന്നെ എക്സിബിഷന് കൊണ്ടുപോയാൽ തന്നെ മൊത്തം എനിക്ക് സെയിൽ നടക്കാറുണ്ട്, മൊത്തം തീരാറുണ്ട്. കാഴ്ച പരിമിതർക്ക് മുളകൾ കൊണ്ടുള്ള അലങ്കാര വസ്തുക്കളുണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന. അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കണമെന്നതും ഷാഹിനയുടെ ആഗ്രഹമാണ്. കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത്. എൻ്റെ കേരളം, സരസ് തുടങ്ങിയ മേളകൾ വലിയ ഊർജ്ജമായി. വർഷത്തിൽ 8-10 മേള മതി ഒരു വർഷത്തേക്കുള്ള വരുമാനം കണ്ടെത്താൻ. ഉൽപ്പന്നങ്ങൾ എക്സിബിഷനുകളിൽ എത്തിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം വലിയ പ്രോത്സാഹനവും പിന്തുണയും ഷാഹിനയ്ക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഞായറാഴ്ച നടക്കും. തൃശൂർ മണ്ണൂത്തിയിലാണ് ഹെഡ് ഓഫീസ് പ്രവർത്തനം തുടങ്ങുക. രാവിലെ 8:30 പ്രശസ്ത മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ ശിലാസ്ഥാപനം നിർവഹിക്കും. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിലെ ശാഖകളുടെ ഉദ്ഘാടനവും ഞായറാഴ്ചയാണ്. അംഗപരിമിതരായ 100 പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്നതിന്റെ 1ാം ഘട്ട ചടങ്ങുകളും ഹെഡ് ഓഫീസിലെ ധനവിസ്മയ ഹാളിൽ നടക്കും. ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനായി പുതിയതായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റവും അന്ന് നടക്കും. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സ്വപ്ന പദ്ധതിയായ അന്നസാരഥിക്കും ഞായറാഴ്ച തുടക്കമാകും. ഓണം പടിവാതിൽക്കൽ എത്തിയതോടെ വിപണനമേളകളും സജീവമായിരിക്കുകയാണ്. നിംസ് മെഡിസിറ്റി ക്യാമ്പസിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന നെയ്യാറ്റിൻകരയുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണനമേള ജനശ്രദ്ധ ആകർഷിക്കുന്നു. രാജ്യത്തിന് തന്നെ അഭിമാനമായ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ, തൊഴുക്കൽ മൺപാത്രം, പഴമക്കാരിൽ നിന്ന് പകർന്നൊരുക്കിയ ഹെർബൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നിങ്ങനെ നീളുന്നു ഇവിടത്തെ വിപണനമേളയിലെ കാഴ്ചകൾ. പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിങ്ങം 1-ന് തുടക്കം കുറിച്ച ഈ മേള 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു നയമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ മൺപാത്രമായാലും ഖാദി ആയാലും കൈത്തറി ആയാലും നമ്മുടെ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളായാലും എല്ലാത്തിനും മികച്ചൊരു പ്രതികരണമാണ് ഇവിടെ കിട്ടുന്നത്. ആൾക്കാർ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതും ഏറ്റവും കൂടുതൽ അതിന്റെ ട്രെൻഡി ആയിട്ട് പോകുന്നതും നമ്മുടെ ഖാദിയും സാരീസാണ്. കൈത്തറി, ബാലരാമപുരം കൈത്തറിയാണ് ഏറ്റവും കൂടുതൽ ഇത് മുന്നിട്ട് നിൽക്കുന്നത്. പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഹെർബൽ കാജൽ, സോപ്പുകൾ, വൈറ്റമിൻ സിറം, ബാലരാമപുരത്തിന്റെ തനത് വസ്ത്രങ്ങളായ കൈത്തറി സാരികൾ, കസവ് സാരികൾ, മുണ്ടുകൾ, ഖാദി ഉൽപ്പന്നങ്ങൾ, മൺപാത്ര ശില്പകലയിൽ പേരുകേട്ട തൊഴുക്കൽ മൺപാത്ര ഉൽപ്പന്നങ്ങൾക്ക് മൺവിളക്കുകൾ, വിവിധതരം ചട്ടികൾ, ദേവരൂപങ്ങൾ, മൺചിരാതുകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. கலெக்ஷன்ல நல்லா இருக்கு. அதெல்லாம் இங்க வந்து பார்த்தோம். இந்த சாரி பிடிச்சி எடுத்துட்டு போறோம். நாங்க மாட்டாண்டோம் മുൻചിറയില ഇருந்து. ആമാ. കേരള, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിപണനമേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,215, പവന് 73,720. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7,620, പവന് 60,960. വെള്ളി ഗ്രാമിന് 125 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി പ്രൈം ഡിബേറ്റിൽ KP അഭിലാഷ്.